നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇപ്പം തന്നെ ഒരു 30-35 കിലോമീറ്റർ അങ്ങ് ഇപ്പോൾ ഓടി വന്നിട്ട് ഇരിക്കുന്നത്. പൊടി മാറിയിട്ട് നൈറ്റായിട്ട് ഫുൾ പൊടിയാണ്. നൈറ്റ് നല്ല പകലും ഫുൾ പൊടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ള് ടയേർഡായിട്ടുള്ളത്. ഷോൾഡറൊക്കെ വേനായിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കൂടെ സിനേഷ് ചേട്ടനുണ്ട്, അവളുടെ സീനിയർ അക്കൗണ്ടൻ്റാണ്, അക്കൗണ്ട്സ് മാനേജർ സിനേഷ് ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരുമിച്ചാണ് വന്നത്. ഫുൾ ടയേർഡായിട്ട് നമ്മളെ വണ്ടി കൊണ്ട് ഓടി ഇപ്പോൾ 30-35 കിലോമീറ്റർ ഓടി വന്ന് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് പോകും. ഫുഡ് കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക്. നിങ്ങളേതായാലും വീഡിയോ കാണിച്ചു വാ. ഓക്കെ. നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലമാണ് ഇത്. നല്ല വടയുണ്ട്, പഴംപൊരി, എന്നതാ വേറെ കട്ട്ലേറ്റാ, ഒരു സ്ട്രോങ് ചായ ലൈറ്റാ എന്താ കറക്റ്റ് കണ്ണട വെക്കുന്ന താഴെ കിട്ടിക്കുന്നത്. ലൈറ്റിന്റെ അടുത്ത് നല്ല ലൈറ്റ് അല്ല, വലിയ ലൈറ്റ് ബൾബ്. പകലിന്റെ ലൈറ്റ് എത്തിച്ചിട്ടോളി. എന്ത് വണ്ടി നല്ല അടിപൊളി വടയും ചായയും വന്നിട്ടുണ്ട്. നല്ല ഗംഭീര ചായ, അടിച്ച സ്ട്രോങ് ചായ, വട ചായ. സൂപ്പറാ. അടിപൊളി ചായ, മധുരം കുറവാട്ട. അടിപൊളി വട ഇങ്ങനെ എടുക്കുക. നല്ല ചട്നി, സൂപ്പർ. പക്ഷേ ഈ വട മറ്റേ നമ്മൾ ആദ്യം വന്നത് ക്രിസ്പി അല്ല. ഇവിടെ ആദ്യം കഴിക്കുന്നതുകൊണ്ട് ക്രിസ്പി അല്ല, അവിടുത്തെ തണുത്തിട്ടല്ല. ഈ തെരുവ് നായ്ക്കൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. നായ്ക്കൾ ഇവിടെയുണ്ട് ഇഷ്ടംമാതിരി. വൈകിട്ടാണ് പോകുന്നത്. ബൈക്കിൻ്റെ വൈകിട്ടാണ് പോവാ. നമ്മൾ ഫുഡ് കഴിക്കുന്നത് തട്ടുകടയാണ്. നമ്മൾ ഹൈവേയിലേക്ക് എൻ്റർ ആയി. ഇതാണ് നമ്മൾ ഹൈവേ ടച്ചാണ് ഓവർബ്രിഡ്ജ്. ഓവർബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഓപ്പൺ ആയിട്ടില്ല. ഇതാണ് ചെറുവത്തൂറല്ലേ? ചെറുവത്തൂർ കാസർഗോഡ് ഇങ്ങോട്ട് ഇതിലോട്ടല്ലേ? കാസർഗോഡേക്കുള്ള മെയിൻ ഹൈവേ. ഈ ഹൈവേന്റെ പണി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കില്ലേ വണ്ടി പോവാ? വൺ വേ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആക്സിഡന്റ് കുറയും. നോക്കൂ, കാണൂ വയൽ. ഇതൊന്നല്ല, അപ്പുറണ്ട് വേറെ ഇത് വരുന്നുണ്ട് വയൽ. വയലാ? നമ്മള് മറ്റേ ഇവിടെ പോയില്ലേനാ, മാടായിപ്പാറ. അപ്പോൾ വന്ന റൂട്ട് നല്ല റൂട്ടല്ലേ? അതും നല്ല വയലും കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ പമ്പുണ്ട്. മോഡൊന്ന് വരയിച്ചത് ഇങ്ങനെ എടുക്കാം, അപ്പുറത്തായ ജാതിയിൽ എടുക്കാം. KSRTC-യുടെ
ഡുവൽ മോഡൊന്ന് പരീക്ഷിച്ചതാ. ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ നല്ല സ്പ്രേ അടിച്ചിട്ട് പോകുന്നുണ്ടല്ലോ. നല്ല മണല്ലേ. ആഹാ, ഇങ്ങനെയും വ്യൂ ഉണ്ട് കേട്ടാ. ഇതൊക്കെ സൈഡില് ഇങ്ങനെ വീഡിയോ എടുക്കാം, പിന്നെ ആദ്യ ചായ എടുക്കാം. ഇത് മറ്റേ വീഡിയോ കോൾ പോലെ ഉണ്ടല്ലേ. ഇങ്ങനെ ചതുരത്തിലുള്ള ഓപ്ഷൻ. ഓണത്തിന് 2 ദിവസം ലീവ് ഉണ്ട്. 4-ന് 5. 3-ാം തീയതി ഒരു പരിപാടി പ്ലാൻ ചെയ്യാം. 3-ാം തീയതി ഓണത്തിന്റെ പരിപാടി ഓഫീസിൽ പൂക്കളം വെച്ച് പൂക്കളം ഇട്ട് ഇവിടെല്ലാം കുറെ പണി നടക്കുന്നുണ്ട്. നമുക്ക് മന്തി ഫാക്ടറിന്ന് മന്തി കഴിച്ചാലോ? മന്തി ഫാക്ടറിന്ന് മന്തി വേണ്ട. മന്തി വേണ്ട, എനിക്ക് വയറിന്റെ സുഖമായിട്ടാ. ടാങ്കറൊക്കെ ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വ്യൂ, സായാഹ്ന വ്യൂ. നല്ല തണുപ്പുണ്ടല്ലേ. പാട്ടുള്ള ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുത്തിട്ടേ. പാട്ടിടില്ലേ, നിങ്ങൾ അടിപൊളി പാട്ടുകാരനല്ലേ. ഇവിടെയാ വ്യൂ ഇത് വരുന്നുട്ടാ. വയല് വ്യൂ കുറച്ചുകൂടെ കേട്ടോ, കുറച്ചുകൂടെ കേട്ടോ. ഇതേതാ ഇവിടെ ഈ പോയിന്റില്ലേ ആടാ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നേരം അവിടെ കുറെ നേരം ഇരുന്ന് വെറുതെ ഒരു മൈൻഡ് ഒന്ന് പീസ്ഫുൾ ആവും. വേറെ നല്ല വഴിയുണ്ട്. ഏതാ വ്യൂ, സായാഹ്ന വ്യൂ. അതൊന്ന് അവിടെ ഒന്ന് ചവിട്ടെ, വണ്ടി പോട്ടെ, സൈഡിലിട്. ഇവിടെ എടുത്തിക്കോ, ഇവിടെ എടുത്തിക്കോ. എൻ്റെ അമ്മച്ചി, അവിടെ ഞാൻ വ്യൂ പകർത്തിയിട്ട് തരാം. ഹൈവേൻ്റെ ഓരത്തിൽ നല്ല മനോഹരമായ വയൽ. അയ്യോ, ചളിയാണല്ലോ. ഇപ്പൊ ഞാൻ ചളി തുള്ളുന്ന പരിപാടി ഉണ്ട്. നിൽക്കുക ഫുള്ള് ചളിയാട്ടോ. വണ്ടികൾ തുരുതുര വരുന്നത്. നല്ല അടിപൊളി വ്യൂ, നല്ല അടിപൊളി വയൽ വ്യൂ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കമ്പി. റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം കമ്പിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. പരിപാടി അടിപൊളിയായി നടക്കട്ടെ. ഹൈവേ എത്ര ഇവിടെ നോക്കണാട്ടെ. നല്ല അടിപൊളി വ്യൂ അല്ലേ. പ്രകൃതി രമണി. ചേട്ടാ അങ്ങോട്ട് വാ, അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് നടക്കാം. ഈ മനോഹര ഭൂമിയിൽ എനിക്കൊരു ജന്മമില്ലല്ലോ സുഹൃത്തെ, ആശ്വസിക്കുക. ഈ വിലാസലോല ഭൂമിയിൽ ആര് ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. നമ്മളെ ഫോണ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇനിയും. ഇതിൽ പൊതുവെ ഷെയ്ക്ക് കുറവായിരിക്കും. മറ്റേ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തില്ലേ, മറ്റേ മനാമ പോയത്, അത് ഒടുക്കത്തെ ഷെയ്ക്കായിരുന്നു. അതിനേക്കാൾ കുറവായിരിക്കും ഇതിൽ ഷെയ്ക്ക്. ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഷെയ്ക്ക് കുറവുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഷെയ്ക്ക് എന്തായാലും ഉണ്ടാവും. ഹാൻഡ് ഷൂട്ടിങ്, അതായത് കയ്യിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും ഷെയ്ക്ക് ഉണ്ടാവും.
ഇതിലൂടെ വരാൻ പറ്റൂലല്ലോ. ആ ഇതിലൂടെ വരാ. ഓ ഇതിലൂടെ ടിപ്പറാ JCB എന്നാ സംഭവം പോയെ. അവിടെ വയലിങ് വരുന്ന ബ്ലോഗ് എഡിറ്റിങ് തുടങ്ങണം. ഇത്രയും ഹൈറ്റിലാണ് നമ്മളെ ഹൈവേ വരുന്നത് കേട്ടാ. ഇത്രയും ഹൈറ്റിൽ ഇതൊന്നല്ല ഹൈറ്റ്. നമ്മളന്ന് കണ്ട ഇതിലും ഹൈറ്റിലായിരുന്ന നല്ല ഹൈറ്റിലാട്ടാ വരുന്നത് ഓവർ ബ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ഉണ്ട്. എന്താ പറയാ ചേട്ടാ, ഈ നായ്ക്കളും അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അവരുടെ ശല്യം കുറവായിരിക്കും. ശല്യം മീൻസ് അവരൊന്നും ഉണ്ടാവില്ല. ആക്സിഡന്റ് പൊതുവെ അങ്ങനത്തെ അപകടങ്ങളും കുറവായിരിക്കും ഇങ്ങനെ ഹൈറ്റിൽ ഓവർ ബ്രിഡ്ജുകളെ ചെയ്യുന്നോണ്ട്. ഇവിടെ അല്ലേ മറ്റേ ഈ മണ്ണിടിഞ്ഞ ചേട്ടാ? ആ എന്തല്ലോ ചെറുത്തൂരല്ലേ ഇത്? ആ മറ്റേ ലോറി മണ്ണിനടിയിലായി പോയ അമ്പോ. ഇത്രയും ആളപാട ഇല്ലല്ലോ. ആ അമ്മോ ഇത്രയും കുത്തറ ഉണ്ടാക്കിയ അല്ല തട്ടുകെട്ടാക്കി എടുത്തോളെ ഇത്. വീരമലയാ? മണ്ണടിച്ചിട്ട് വണ്ടി അതിലോട്ട് തന്നെ പോയ പിന്നെ അപ്പുറത്തോടെ അല്ലേ? നീലേശ്വര. ഇപ്പൊ ഹൈവേ എത്തിയില്ലേ? ഹൈവേ നമ്മളെ മറ്റേ അന്ന് ഇറങ്ങിയ ഹൈവേ ഇല്ലേ? ഹൈവേയിലേക്ക് നടക്കാൻ പോവുകയാണ്. വലിയ ബോർഡ് കണ്ടോ? ബാംഗ്ലൂരാ? ബാംഗ്ലൂർ. ഓക്കെ. ഏകദേശം 90 കിലോമീറ്റർ 97 കിലോമീറ്റർ കർണാടക ബാംഗ്ലൂർ എത്തുന്നതാണ്. 94 നേരത്തെ കാണിച്ച മംഗലാപുരത്തേക്ക്. അപ്പൊ കുറയുമല്ലോ. 90 കിലോമീറ്റർ മാത്രമാണ് ഇനി മംഗലാപുരത്തേക്കുള്ളത്. നമ്മൾ ഓൺലി സ്കൂട്ടിയിലാണ് പോകുന്നത്. ആ ഹൈവേ നമ്മളെ ഫേവറേറ്റ് ഹൈവേ. ഹൈവേ ഇത് ഓവർ ബ്രിഡ്ജ് അല്ലേ? ഇത് ഓവർ ബ്രിഡ്ജ് ആണോ അല്ലെങ്കിൽ കൊറേ ഉണ്ടല്ലോ, ലോങ് ആണല്ലോ ഇത്. ഓവർ ബ്രിഡ്ജ് മീൻസ് ഒരുപാട് ആഴമുണ്ട് ഇത് അല്ലേ? ഒരുപാട് താഴെ കൂടെ വണ്ടികൾ പോകുന്നുണ്ടാവും, ലോക്കൽ വണ്ടികൾ. അതിനോട് ഗ്യാപ്പ് ഉണ്ട് താഴെ. ഇത് മറ്റേ റെഡിക്ക് ഇങ്ങനെ വരണം. ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞാല് പക്ഷെ ഇങ്ങനെ സ്പീഡ് പോകട്ടോ വണ്ടി. ഇങ്ങനെ മെല്ലെ പോയാൽ പ്രശ്നമാണ്. ആ സ്പീഡ് ഹൈവേ എന്നല്ല പേര്. അപ്പൊ ഹൈയിൽ പോകേണ്ടി വരും. ഇങ്ങനെ പോണ്ട. ആ അത് അപ്പുറം നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം. അതിലും കൂടി നമ്മൾ ഇതുണ്ട് കേട്ടോ, താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഹൈറ്റ് എത്ര ഉണ്ട്. നല്ല ഹൈറ്റിലാണ് ഈ ഹൈവേ പൊങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കാഞ്ഞങ്ങാട് എത്താനായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഓരോ സ്ഥലത്തും ഉണ്ടല്ലേ സ്റ്റെയർ കേസ് താഴേക്കിറങ്ങാൻ. നമ്മൾ കാഞ്ഞങ്ങാട് കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ചാലോന്നുണ്ട് ഇന്ന്. കാഞ്ഞങ്ങാട് കോഫി ഹൗസ് അതിന് വിശക്കുന്നില്ലാന്ന്? അല്ല 10 മണിയുണ്ടല്ലോ. മൂന്നാട്ടിന്റെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് കോഫി ഹൗസിലെ ഭക്ഷണം കഴിക്കുവാൻ താല്പര്യപ്പെടുന്നു. റെഡിക്ക് രാത്രി ആയാലും ഒരു പ്രശ്നമില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അടിപൊളിയാ. ചെക്കിങ് ഉണ്ടായിക്കോട്ടെ. ഹൈവേ കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങളെ. ബോർഡ് ഹൈവേന്റെ ബോർഡെല്ലാം ഞാൻ ഇങ്ങനെ നോക്കാനാ. അത് ശരി, എന്റെ കണ്ണിന് അത്രക്ക് പവർന്നില്ല. ഇത് സംഭവം നല്ലൊരു അമ്പല സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് എടുത്തിട്ട് കാര്യമില്ല, ഒന്നും കാണുന്നില്ല. ഒരു ഫേമസ് അമ്പലം ഉണ്ട് മണ്ണമ്പുറത്ത് കാവ്. ആ ഭയങ്കര ഫേമസ് ആണ് മണ്ണമ്പുറത്ത് കാവ്. എപ്പ ഇപ്പ കാവാണ്.
പിന്നെ ദിവസം വരാം. കുഴപ്പമില്ല. കണ്ണൂർ 54 കിലോമീറ്റർ, കോഴിക്കോട് 143 കിലോമീറ്റർ. ഇതാണ് ഹൈവേ. ബാബാ ഇങ്ങോട്ടോ. പള്ളിക്കര വേണ്ട. ഇവിടെയൊന്നുമല്ല, അപ്പുറത്ത് നമ്മൾ നിർത്തിയ ആ ആളില്ല. ഇതാ നമ്മൾ പറഞ്ഞ ഹൈവേ കേട്ടാ. ഹൈവേ ഇതിൻ്റെ ഒരു ആഴം ഞാൻ കാണിച്ചു തരാം. എത്ര ഉയരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നല്ല ആഴത്തിലാണ്. അതാണ് സ്റ്റെയർ കേസ് ഇട്ടാ. സ്റ്റെയർ കേസ് മീൻസ് താഴോട്ട് ഇറങ്ങാനുള്ള സ്പേസ്. നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് സ്റ്റേ മീൻസ് സമയം ചെലവഴിക്കാനോ അതിനെല്ലാം വേണ്ടി വന്നിരിക്കുന്നുണ്ടാവും. കണ്ടില്ലേ പിള്ളേർ വന്നിരിക്കുന്നത്. ഇതാണ് ചെറുവത്തൂർ. എവിടെയാണ് സിനേട്ടാ? കാസർഗോഡ് അല്ല, നീലേശ്വരം. പള്ളിക്കരയാണ് സ്ഥലം. കാസർഗോഡ് ഹൈവേ അല്ലേ ഇത്? കാസർഗോഡേക്കുള്ള ഹൈവേ. പകലാണെങ്കിൽ നമുക്ക് ആ മലയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇപ്പം രാത്രിയായിട്ടൊന്നും കാണുന്നില്ല. നല്ല ആഴത്തിലാണ് കേട്ടോ. എത്ര ഹൈറ്റിലാണ് നോക്കിയത്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മൾ വ്ളോഗിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മളല്ല ഷാർജ പാലസിന്റെ എല്ലാമായ ബിൽഡിംഗ്. ഷാർജ പാലസിന്റെ എല്ലാം വ്ളോഗ് കിട്ടുന്നുണ്ട്. നല്ല സ്മൈലിംഗ് ഫേസ് കിട്ടിയില്ലേ? ഷാർജ പാലസിന്റെ അടിപൊളി എല്ലാമായ വൈഷ്ണവ് ബ്രോ. और बंगाली आदमी सफा करेगा इधर. अच्छा सफा करेगा. ഇതാണ് നമ്മളെ ഷാർജ പാലസിൽ ഫുഡ് കഴിക്കുന്നത്. നമ്മളെല്ലാം ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതാണ് നമ്മളെ ചങ്ക് ബ്രോ. വ്ളോഗ് ഒരു ഹായ് കൊടുക്ക്. എന്താ കഴിക്കുന്നത്? അതെ, ഷാർജ പാലസിന്റെ എല്ലാമായ മുത്ത്. ഹായ് ചന്തു ബ്രോ. ഫൈൻ വ്ളോഗ് ദിസ് മൈ വ്ളോഗ്. ചന്തു ബ്രോ ആന്ധ്രക്കാരനാണ്, പക്ഷെ നമ്മളെക്കാളും നല്ലോണം മലയാളം സംസാരിക്കും. ഷാർജ പാലസിന്റെ എല്ലാമായ ചന്തു ബ്രോ. നെക്സ്റ്റ് ചന്തു ബ്രോ നല്ല പാട്ടുകാരനാണ്, ഗായകനാണ്, സുന്ദരനാണ്, സുമുഖനാണ്. മതിയാ? നമ്മൾ അടിപൊളി തക്കാളി ഫ്രൈ, അതുപോലെ തന്നെ ദോശ, എക്സ്ട്രാ സാലഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം. പോയിട്ട് നല്ലൊരു ഉറക്കുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. ശരി, ബൈ.